ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ വീക്കെൻഡായി. അപ്പോൾ നിഫ്റ്റി ഒന്ന് പെർഫോം ചെയ്യുന്ന രീതിയൊക്കെ ഒന്ന് വിലയിരുത്തിയ ശേഷം നമുക്ക് ഈ വീക്കിലെ കുറച്ചധികം സ്റ്റോക്സ് ഉണ്ട്. കുറച്ചധികം എന്ന് പറഞ്ഞാൽ മിക്കതും നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ്. ഈ മാസം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രി ലെവലും എക്സിറ്റും നമ്മുടെ ട്രേഡ് പ്ലാനും ഒക്കെ നമുക്കതിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിഫ്റ്റി ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, നിഫ്റ്റിയിൽ നമ്മുടെ വ്യൂ പറഞ്ഞിരുന്നു 25,200 മുകളിൽ നമ്മൾ ബുള്ളിഷ് വ്യൂ ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ 25,200 മുകളിൽ ബ്രേക്കൗട്ട് ചെയ്ത് ആൻഡ് നല്ലൊരു 2 ദിവസം നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് ആൻഡ് ഇപ്പോൾ ഒരു പുൾ ബാക്ക് ആണ് തരുന്നത്. ഇപ്പോൾ നമുക്കറിയാം നിഫ്റ്റിയിൽ 2 ദിവസമായിട്ട് പല സ്റ്റോക്സും വലിയ രീതിയിലൊന്നും പെർഫോം ചെയ്യുന്നില്ല. നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള ചില സ്റ്റോക്സൊക്കെ ബ്രേക്കൗട്ട് ചെയ്ത് പെർഫോം ചെയ്ത് പോകുന്നുണ്ട്. കാര്യം നമ്മൾ പ്രോഫിറ്റിലായത് കാര്യം നമ്മൾ ചെറിയ ലെവൽസിൽ, അതായത് ഡിപ്സിൽ വാങ്ങിയുകൊണ്ടായിരിക്കും നമ്മൾ പ്രോഫിറ്റിലായി നിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റി എന്തുകൊണ്ടാണ് ഒരു പുൾ ബാക്ക് എന്നു ചോദിച്ചാൽ, നിങ്ങളിവിടെ നോക്കിയേ, ആ 2 വലിയ ബ്രേക്കൗട്ട് ക്യാൻഡിലിന് ശേഷം ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ബെയറിഷ് എൻഗൾഫിങ്ങിൻ്റെ ഫോളോ അപ്പാണ് ഒരു 3 ദിവസമായിട്ട് 4 ദിവസമായിട്ട് മാർക്കറ്റിൽ കാണുന്ന ഒരു ബെയറിഷ്നെസ്. ആൻഡ് നിഫ്റ്റി എവിടെയാണ് ഇപ്പോൾ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്? ഇവിടെ ഒരു ബ്രേക്കൗട്ട് ഏരിയ ഉണ്ട്. ആ ബ്രേക്കൗട്ട് ഏരിയയുടെ മുകളിൽ ഒരു 10 EMA സപ്പോർട്ട് എടുത്താണ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് 25,200 എന്നുള്ള ഒരു ലെവലിൻ്റെ തൊട്ട് മുകളിൽ സപ്പോർട്ട് എടുത്താണ് നിഫ്റ്റി ഒരു ട്രേഡ് ചെയ്ത് ഇന്നലെ ക്ലോസിങ് അവസാനിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ എന്ത് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ 50 മിനിറ്റ്സ് എടുക്കുകയാണ് നമ്മൾ. 50 മിനിറ്റ്സ് എടുക്കുന്ന നേരത്ത് നമുക്കൊരു സ്ട്രക്ചർ ബേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലൊരു ബേറിഷ്നെസ് നല്ല രീതിയിലുണ്ട്. നല്ല രീതിയിലൊരു ബേറിഷ്നെസ്സും ഒരു സെല്ലിംഗ് പ്രഷറും മാർക്കറ്റിലുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ അറിയാം, എന്താ ഈ ഒരു സോണ് കടക്കാനാണ് മാർക്കറ്റ് പാടുപെടുന്നത് അല്ലേ. ഈ ഒരു ഏരിയ കടന്നു കിട്ടിയാൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് സെറ്റപ്പിലേക്ക് വീണ്ടും നീങ്ങും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ഏരിയ പറഞ്ഞത് മോസ്റ്റ്ലി 1 2 3 4 5 ടൈംസ് ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ ഇനി അടുത്ത തവണ മാർക്കറ്റ് ആ 25,600 എന്നുള്ള റേഞ്ചിലെ സെല്ലിംഗ് മറികടന്നാൽ അടുത്ത 25,700 എന്നുള്ള ടാർഗറ്റിലേക്ക് നീങ്ങും. ആൻഡ് ആ ഒരു ഏരിയയും ഈ ഒരു 25,000 നേരത്തെ ഇപ്പോൾ ഉണ്ടാക്കിയ ഹൈ കൂടെ ഒന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഹൈ കൂടെ മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വീണ്ടും മാർക്കറ്റ് ബുള്ളിഷ് ആവാനാണ് സാധ്യതയുള്ളത്. സോ ഈ ഒരു സെല്ലിംഗ് പ്രഷർ കടക്കണം. ഏതാണ്? 25,600ൻ്റെ സെല്ലിംഗ് പ്രഷർ ആദ്യ ഘട്ടമെന്ന നിലയിൽ മാർക്കറ്റ് കടക്കണം. ആൻഡ് 25,200 ഒരു നല്ല സപ്പോർട്ട് റേഞ്ചുമാണ്. അപ്പോൾ മാർക്കറ്റിൽ എന്തായാലും ബയേഴ്സ് എൻ്റർ ആവാൻ സാധ്യതയുണ്ട്. ഈ സോൺസിലൊക്കെ 25,200 എന്നുള്ള സോൺസിലൊക്കെ ബയേഴ്സ് എൻ്റർ ആവും. ഒരു ആ ഒരു ഏരിയ ടെസ്റ്റ് ചെയ്താൽ പോലും ഇവിടെ ഒന്ന് ബയേഴ്സിൻ്റെ ഒരു എൻട്രി ഉണ്ടാവും. ആൻഡ് ദേ വിൽ ട്രൈ ടു ബ്രേക്ക് 25,600. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ളൊരു ശ്രമം എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പം അതിനുശേഷം നിഫ്റ്റി ബുള്ളിഷിലേക്ക് പോകാനാണ് സാധ്യത. സോ നമുക്ക് ഇന്നത്തെ ബാക്കി സ്റ്റോക്സിലേക്ക് കടക്കാം. ആൻഡ് സ്റ്റോക്സ് പറയുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റോക്ക് ട്രാൻസ്ഫ്രയിലാണ്. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ഈ ചാനൽ തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞിരുന്ന സ്റ്റോക്കാണ് ട്രാൻസ്ഫ്രയിൽ. നമ്മളൊരു 550 to 600 റേഞ്ചിൽ വാങ്ങാനാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ റേഞ്ചിൽ വാങ്ങിയാൽ നമുക്ക് നല്ല രീതിയിലൊരു ബൈയിങ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മാർക്കറ്റ്. അതേപോലെ തന്നെയാണ് 742 റേഞ്ചിൽ നമുക്കിത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് സ്റ്റിൽ സ്ട്രോങ് ആണ്. ഒരു ബ്രേക്കൗട്ടിന് ശേഷം ഒരു ഫോളോ അപ്പും കണ്ടോ ഒരു ഫോളോ അപ്പും ഉണ്ട് മാർക്കറ്റിൽ. സോ നമുക്ക് വാങ്ങാൻ പറ്റിയ അവസരം തന്നെയാണ്. ഡിപ്സിലൊക്കെ വാങ്ങാൻ ശ്രമിക്കുക. ഇനിയും ഒരു 1021 EMAയിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ മാത്രം വാങ്ങാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ അങ്ങനെ ആയിരിക്കും ഇനി ഫോളോ അപ്പ് ചെയ്യാൻ പോകുന്നത്. കുറച്ചൊരു പുൾ ബാക്ക് കിട്ടുമെന്ന് നോക്കും. പുൾ ബാക്ക് കിട്ടിയാൽ നല്ല രീതിയിൽ വാങ്ങി ഒരു 836 വരെയൊക്കെ ഹോൾഡ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തും. ട്രാൻസ്ഫ്രയിൽ നല്ല സ്റ്റോക്കാണ്. ഇപ്പോൾ മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇതിൽ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അത്രയ്ക്കുള്ള മൊമെൻറ്റം കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് നോർത്തേൺ ആർക്ക് ക്യാപിറ്റലാണ്. നോക്കിയാൽ ഒരു ഹയർ ഹൈ ഉണ്ടാക്കുന്നുണ്ട് ഈ സ്ട്രക്ചർ നോർത്തേൺ ആർക്ക്. പിന്നെ ഗുഡ് വോളിയം ആണ്. നിങ്ങൾ ലാസ്റ്റ് ദിവസത്തേക്ക് വോളിയം നോക്കിയാൽ, കഴിഞ്ഞ 1-2 ആഴ്ചത്തെ വോളിയം നോക്കുകയാണെങ്കിൽ അസാമാന്യ വോളിയം ഉണ്ട്. ആൻഡ് ടാർഗറ്റ് വന്നിട്ട് ഒരു 352 to 400 റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് നമുക്ക് ഡിപ്സിലൊക്കെ വാങ്ങിയാൽ നല്ല രീതിയിൽ ഈ സ്റ്റോക്ക് മൂവ്മെൻറ്റ് തരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇത് ഡിപ്പ് വന്നാൽ വാങ്ങാൻ ശ്രമിക്കും. ഇന്നലെയൊക്കെ നല്ല രീതിയിൽ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ 220 റേഞ്ചൊക്കെ നല്ല റേഞ്ചാണ്. കിട്ടിയാൽ നല്ല ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റോക്കാണ്. 220 റേഞ്ചിലൊക്കെ വാങ്ങാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റോക്കാണ്. ആൻഡ് എബോവ് 265 അടുത്ത മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത. എബോവ് 265 റേഞ്ചിന് മുകളിൽ വീണ്ടും ഒരു മൊമെൻറ്റത്തിനുള്ള സാധ്യതയുണ്ട്. ആൻഡ് 320 350 റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് ഒരു ക്വിക്ക് മൂവ്മെൻറ്റ് ചിലപ്പോൾ നമുക്ക് തരുന്നതായിരിക്കും. ഓക്കെ, നോർത്തേൺ ആർക്ക് ക്യാപിറ്റലാണ് സ്റ്റോക്ക്. നിങ്ങളൊന്ന് വാച്ച് ലിസ്റ്റ് ഇട്ടേക്കുക.
ആൻഡ് അടുത്തത് പരാഗ് മിൽക്കാണ്. പരാഗ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല എൻട്രി പോയിൻ്റ് ഒരു 189 റേഞ്ചിലായിരുന്നു ഏറ്റവും നല്ല എൻട്രി പോയിൻ്റ്. ഈ ഒരു ബ്രേക്കൗട്ടിന് ശേഷം ഒരു റീ എൻട്രി നടത്തിയിരുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു പോയിൻ്റ് ആയിരുന്നു. ആൻഡ് മാർക്കറ്റ് വീണ്ടും ഒരു സോൺ 237 എന്നുള്ളൊരു ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ നമുക്കിതിൽ നല്ല പുൾ ബാക്കൊക്കെ കിട്ടുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഒരു 180 റേഞ്ചിലൊക്കെ മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ്ങിൻ്റെ പേര് തിരിച്ച് വരികയാണെങ്കിൽ 180 റേഞ്ചൊക്കെ നല്ലൊരു ബൈയിങ് സോൺ ആയിരിക്കും. ആൻഡ് 200 ഈ ഒരു കണ്ടില്ല, ഈ ഒരു റെഡ് ലൈൻ കണ്ടല്ലോ, ഈ ഒരു 200 എന്നുള്ളത് നല്ലൊരു ബൈയിങ് സോണാണ്. ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്കത് കൺസിഡർ ചെയ്യാം. മൊമെൻറ്റം ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ, ഞാനിപ്പോൾ മൊമെൻറ്റം ട്രേഡല്ല നോക്കുന്നത്, ഞാനൊരു ഡിപ്പ് കിട്ടുമെന്ന് ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യും. അങ്ങനെ കിട്ടുവാണെങ്കിൽ 180 റേഞ്ച് ടു 200 നല്ല സോണായിരിക്കും വാങ്ങാനായിട്ട്. എൻ്റെ ടാർഗറ്റ് വന്നിട്ട് 292, ഇത്തിരി വലിയ ടാർഗറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാം പരാഗ് മിൽക്ക്. 200 റേഞ്ചിലൊക്കെ നല്ല സപ്പോർട്ടുമാണ്. സോ ഇത് ഈ സ്റ്റോക്ക് വരുന്ന ദിവസങ്ങളിൽ നല്ല മൊമെൻറ്റത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കൊന്ന് എല്ലാവരും വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം. ഓക്കെ, പരാഗ് മിൽക്ക്. അടുത്ത സ്റ്റോക്ക് കൊഫോർജ് ആണ്. കൊഫോർജ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. നമ്മൾ ഇത് സജഷൻ ഞാൻ ആദ്യമേ ഈ സ്റ്റോക്ക് ഇത് ചെയ്തിരുന്നു, വാങ്ങുന്ന കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. ആൻഡ് അതിന് ശേഷമാണ് ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആയത് ഹോൾഡ് ചെയ്തവർക്ക് ഇപ്പം പ്രോഫിറ്റിലായിരിക്കും നല്ല രീതിയിൽ. ആൻഡ് വീണ്ടും ഒരു ബ്രേക്കൗട്ട് സാധ്യത മാർക്കറ്റിൽ വരുന്നുണ്ട്. സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം ഒരു 1800 സോണൊക്കെ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് വീണ്ടും അപ്പ് പോവുകയാണ്. ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ ശ്രമം നടത്തുകയാണ്. ഈ 1800 എന്നുള്ള റേഞ്ചൊക്കെ നല്ല രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യാൻ ബെറ്റർ ആയിരിക്കും. ഞാൻ 1021 EMA നോക്കുകയാണെങ്കിൽ അറിയാം നല്ല രീതിയിൽ മാർക്കറ്റ് ആ ഒരു സോണിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. സോ 1800 എന്നുള്ള രീതിയിലൊക്കെ തിരിച്ചു വരികയാണെങ്കിൽ വളരെ നല്ല സോണായിരിക്കും. ആൻഡ് ബ്രേക്കൗട്ട് റേഞ്ച് 1950 ആണ്. ആൻഡ് അത് ബ്രേക്ക് ചെയ്താണ് 2000 മുകളിൽ പോവുകയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം ഈ സ്റ്റോക്കിന് ക്യാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് മോസ്റ്റ്ലി ഒരു 2200 റേഞ്ചിലൊക്കെ വരുന്ന ഡേയ്സിൽ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും നല്ല അക്യുമുലേഷൻ റേഞ്ച് 1800 ഒക്കെയാണ്. ഓക്കെ, കൊഫോർജ് എന്ന സ്റ്റോക്ക് എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റ് ഇട്ടേക്കുക, മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്ത സ്റ്റോക്കും IOC ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് IOC. 2 ദിവസം മുന്നേ ഞാനിത് സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിപ്പിലൊക്കെ ആഡ് ചെയ്ത ടാർഗറ്റ് ഒരു 164 പോകാൻ സാധ്യതയുണ്ടെന്ന്. ഇപ്പോൾ ഇന്നലെ ക്ലോസ് ചെയ്ത് 151 ആണ്. നമ്മൾ പറഞ്ഞതിന് ശേഷം സ്റ്റോക്ക് നല്ല രീതിയിലൊരു മൊമെൻറ്റം ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് 160 ആൻഡ് ഹൈസിലേക്ക് പോകാനുള്ള ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഹൈസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് സ്ട്രോങ് റെസിസ്റ്റൻസ് വരുന്നത് 180 റേഞ്ചിലാണ് സ്ട്രോങ് റെസിസ്റ്റൻസ് വരുന്നത്. ഈ റേഞ്ച് വന്ന ഈ സ്റ്റോക്ക് 160ക്ക് ശേഷം ഒരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ 180 വരെയൊക്കെ നല്ല മൊമെൻറ്റത്തിന് സാധ്യതയുണ്ട്. ഓക്കെ, IOC. അടുത്ത സ്റ്റോക്ക് കെൽട്ടോൺ ടെക് സൊല്യൂഷൻ ആണ്. കെൽട്ടോൺ ടെക് സൊല്യൂഷൻ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു ചെറിയ ബേസ് ഉണ്ടാക്കി ആ ബേസ് ബ്രേക്കൗട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഒരു സ്റ്റോക്കിൻ്റെ ഇൻറ്റൻഷൻ കണ്ടിട്ട് ഇതൊരു അപ്പ് മൂവ്മെൻറ്റിനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ഒരു ഇൻറ്റൻഷൻ അങ്ങനെയാണ്. ഓരോ തവണ ഈ സോൺ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒരു 135 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്ത് അപ്പ് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാനും ഒക്കെ നല്ല സ്റ്റോക്കാണെന്ന് തോന്നുന്നു. ഡിപ്സിലൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 150 അല്ലെങ്കിൽ 160 റേഞ്ച് വരെയൊക്കെ ഈ സ്റ്റോക്ക് വരുന്ന വീക്സിൽ ട്രേഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ജൂലൈ മാസത്തിൽ തന്നെ മേ ബി ഒരു 167 റേഞ്ചിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. 167 to 170 ആണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ഡിപ്സ് ഒക്കെ വരുവാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കായിരിക്കും കെൽട്ടോൺ ടെക് സൊല്യൂഷൻസ്. അടുത്തത് JSLL. ഒരു ക്ലാസിക് ബ്രേക്കൗട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇന്നലത്തെ ദിവസം. ആൻഡ് സപ്പോർട്ട് റേഞ്ച് വരുന്നത് 370 to 400 ആണ്. ഈ ഒരു റേഞ്ചിലാണ് നല്ല സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിലൊക്കെ ഒരു പുൾ ബാക്ക് തരുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഈ സ്റ്റോക്ക്. ഇപ്പം ബ്രേക്കൗട്ട് ചെയ്തിട്ടൊരു പുൾ ബാക്ക് കിട്ടുന്നത് ഭയങ്കര മോശമൊന്നുമല്ല കേട്ടോ. അതെല്ലാവരും പറയും ബ്രേക്കൗട്ട് ഫെയിലാണെന്ന് പറയും. എൻ്റെ ഒരു രീതി വെച്ചിട്ട് ബ്രേക്കൗട്ട് ഫെയിലൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്കൊരു സപ്പോർട്ട് റേഞ്ചിലേക്ക് വന്നാൽ നമുക്ക് അവിടെ ആഡ് ചെയ്ത് വീണ്ടും ഒരു ബ്രേക്കൗട്ട് പ്രതീക്ഷയിലൂടെ ഇരിക്കാവുന്ന സ്റ്റോക്കുകളൊക്കെയാണ് ഈ JSL എന്നൊക്കെ പറയും. ജീന സിക്കോ ലൈഫ് കെയർ ലിമിറ്റഡ്, JSLL എന്നാണ് കേട്ടോ, JSL അല്ല JSLL. അപ്പോൾ ഈ സ്റ്റോക്ക് ഒന്ന് എല്ലാവരും വാച്ച് ലിസ്റ്റ് ഇട്ട് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് റേഞ്ചിലേക്ക് ഇനി മാർക്കറ്റ് വരുവാണെങ്കിൽ നന്നായിരിക്കും. ആൻഡ് ഈ ഒരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ ഒരു 600 റേഞ്ചിലേക്കൊക്കെ മാർക്കറ്റ് പോവും. ഈ ഒരു ട്രെൻഡ്, ഈ ഒരു ഫോളോ അപ്പ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ, അതായത് 525 എന്ന് ബ്രേക്കൗട്ട് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോളോ അപ്പ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫോളോ ത്രൂ ഉണ്ടെങ്കിൽ 600 റേഞ്ചിലേക്ക് മാർക്കറ്റ് ക്വിക്ക്ലി മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുക JSLL. അടുത്ത സ്റ്റോക്കാണ് ശ്രീ പിസ്റ്റൻസ്. ഈ ശ്രീ പിസ്റ്റൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ക്ലാസിക് ആയിട്ടൊരു ബ്രേക്കൗട്ടാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സോണില്ലേ, ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ശേഷം കൺസോൾട്ടേഷൻ ചെയ്ത് ഒരു അപ്പ് മൂവ്മെൻറ്റ് ചെറിയതായിട്ട് തന്ന ശേഷം ഡൗൺ ട്രെൻഡ് വന്നു. ഇതാ ഞാൻ പറയുന്ന ഒരു ചിലപ്പോൾ അങ്ങനെ ഒരു ഡൗൺ ട്രെൻഡ് വരും.
ഒരു അപ്പ് മൂവ്മെൻറ്റ് തന്ന് ഒരു ബ്രേക്കൗട്ട് തന്ന ശേഷം ഒരു ഡൗൺ ട്രെൻഡ് വരും. അതിന് ശേഷം എന്ത് സംഭവിച്ചു, മാർക്കറ്റ് വീണ്ടും ആ റേഞ്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് പോകുക എന്ന് പറയുന്ന നേരത്ത് മുന്നേ തന്ന ബ്രേക്കൗട്ടിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പം ഇത് റിസ്കി ബെറ്റാണ്. ഞാൻ മൺഡേ എൻട്രി എടുക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റോക്കായിരിക്കും. ആൻഡ് ശ്രീറാം പിസ്റ്റൺസ് ആണ് സ്റ്റോക്കിൻ്റെ പേര്. ഇത് റിസ്കി സ്റ്റോക്കാണ്. ഒരു മോസ്റ്റ്ലി ഒരു 250 പോയിൻറ്റ് ഈ ഒരു റേഞ്ചിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കും. ആൻഡ് എൻ്റെ ടാർഗറ്റ് വന്നിട്ട് 3000 റേഞ്ച് ആയിരിക്കും. ഒരു 1:2 റേഞ്ചിൽ ഞാൻ ഈ സ്റ്റോക്കിലൊരു റിസ്ക് എടുക്കാൻ ശ്രമിക്കും മൺഡേ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയ ശേഷം. എൻ്റെ ടാർഗറ്റ് 3000 ആയിരിക്കും. സ്റ്റോപ്പ് ലോസ് വന്നിട്ട് ഒരു 200-250 പോയിൻറ്റ്സ്. വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് ഞാൻ മിക്കവാറും ഈ സ്റ്റോക്കിൽ ചെറിയ റിസ്കി പറ്റി ശ്രമിക്കും. അപ്പോൾ നിങ്ങളാരും എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ സ്റ്റഡി പർപ്പസിന് വേണ്ടി ഞാൻ ഷെയർ ചെയ്യായിരുന്നു. ഓക്കെ, ശ്രീറാം പിസ്റ്റൺസ്. അടുത്ത സ്റ്റോക്ക് നിവാബൂപ്പയാണ്. കണ്ടോ, നിവാബൂപ്പ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് മുന്നേ. നിവാബൂപ്പ ഞാൻ ഈ ഒരു ബ്രേക്കൗട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നു. 93-92 റേഞ്ചിലൊരു ബ്രേക്കൗട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ അന്ന് ഒരു മേജർ സെല്ലിങ് ഇതിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഈ നമ്മുടെ ആദ്യത്തെ ഷോർട്ട്സ് വെച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അന്നൊരു സെല്ലിങ് നടന്നു. കാര്യം ഇതിൻ്റെ ഒരു മെജോറിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡർ ഈ സ്റ്റോക്ക് സെല്ല് ചെയ്ത ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇതിലൊരു വലിയ സെല്ലിംഗ് പ്രഷർ നടന്നു. അതാണ് ഈ വലിയ ബിഗ് ബാർ ക്യാൻഡിൽ. ആൻഡ് അന്ന് ആ ബ്രേക്കൗട്ട് ഫെയിലായി താഴെ വന്നു. ആൻഡ് ഈ ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് ഹോൾഡ് ചെയ്യുന്നത് നിവാബൂപ്പ. ഒരു 1-2 വീക്സ് ആയിട്ട് ഈ ഒരു റേഞ്ചിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് നിവാബൂപ്പ. ആൻഡ് ഇന്നലെ നല്ല രീതിയിലൊരു മൊമെൻറ്റം ഈ സ്റ്റോക്കിൽ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. 85 വരെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച്, ഈ ഒരു ലോ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 80 എന്നുള്ള റേഞ്ച് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 93 വരെയൊക്കെ ഈ സ്റ്റോക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ കണ്ടീഷൻ എന്താണ്, ഈ ഒരു 80 എന്നുള്ള സപ്പോർട്ട് ഹോൾഡ് ചെയ്യണം. ഈ ഇന്നലത്തെ ഈ ബ്രേക്കൗട്ട് സസ്റ്റെയിൻ ചെയ്ത് ഈ ഒരു 93-95 റേഞ്ചിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു 80 എന്നുള്ള സപ്പോർട്ട് ഹോൾഡ് ചെയ്യണം. ഒരു 10-20 EMAക്ക് മുകളിൽ ട്രേഡ് ആയിട്ടുണ്ട് ഇന്നലെ. കുറേ ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ നോക്കിയാൽ അറിയാം 10-21 EMAക്ക് മുകളിൽ മൊമെൻറ്റം ക്യാച്ച് ചെയ്തത്. അപ്പോൾ വരുന്ന ഡേയ്സിൽ മിക്കവാറും ഇതൊരു 93 റേഞ്ചിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നിവാബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി നിങ്ങളെല്ലാവരും വാച്ച് ലിസ്റ്റിലിടുക. അടുത്ത സ്റ്റോക്ക് മുഫിൻ എന്നാണ്. മുഫിൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ സ്റ്റോക്ക് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ എൻട്രി എടുക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാര്യം ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. ഞാനത് പഠിച്ചിട്ടില്ല. കുറച്ചും കൂടെ ഞാൻ ഈ മുഫിൻ എന്ന് പറഞ്ഞ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ഇടുകയാണ്, ടെക്നിക്കലി പഠിക്കാനായിട്ട് ഇടുകയാണ്. കാര്യം ഫണ്ടമെൻ്റൽസ് അത്ര സ്ട്രോങ് അല്ലെങ്കിലും ഈ സ്റ്റോക്ക് ടെക്നിക്കലി ഇപ്പോൾ നല്ല സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനത്തെ അവസരങ്ങളിൽ സ്റ്റോക്കിന് എൻട്രി ഒന്നും എടുക്കണ്ട. പക്ഷേ മറിച്ച് നമ്മുടെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ സ്റ്റോക്കുകൾ എങ്ങനെ മൊമെൻറ്റം ക്യാച്ച് ചെയ്യുമെന്ന് നമുക്ക് പഠിക്കാമല്ലോ. എൻട്രി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിപ്പം ഒരു സ്റ്റോക്ക് ഫണ്ടമെൻ്റലി വീക്ക് ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ടെക്നിക്കലി ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ വാച്ച് ലിസ്റ്റിലിട്ട സ്റ്റോക്കാണ് മുഫിൻ. ഇപ്പം വരുന്ന കുറച്ച് ഡേയ്സ് ആയിട്ട് നല്ല രീതിയിൽ മൊമെൻറ്റം ക്യാച്ച് ചെയ്യുന്നുണ്ട്. നല്ല ബയേഴ്സിൻ്റെ സ്ട്രെങ്ത്ത് ഉണ്ട്. നിങ്ങൾ നോക്കി ഈ ഒരു റേഞ്ചിൽ നല്ല സ്ട്രെങ്ത്ത് കാണിക്കുകയാണ്. അപ്പം 86 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു നല്ല റെസിസ്റ്റൻസ് വരുന്ന സോണ് മോസ്റ്റ്ലി ഒരു 100 റുപ്പീസ് ആയിരിക്കും. ഈ ഒരു റേഞ്ചിലായിരിക്കും പിന്നെ നല്ല രീതിയിലുള്ളൊരു റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാം. നമുക്ക് എൻട്രി ഒന്നും നോക്കണ്ട, ബട്ട് ടെക്നിക്കലി ഈ സ്റ്റോക്ക് എങ്ങനെ ഈ വരുന്ന വീക്സിൽ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ടും ചാനൽ വഴി പറയാം. അപ്പോൾ നമുക്കറിയാം 66 റേഞ്ച് ചെയ്യുന്ന ഈ സ്റ്റോക്കിൽ കാണിച്ച ബൈയിങ് സ്ട്രെങ്ത് കണ്ടില്ലേ, കണ്ടിന്യൂസ് ബൈയിങ് ആണ് വന്നത്. ആൻഡ് ഈ ഒരു പാറ്റേൺ ഇവിടെ നോക്കി കഴിഞ്ഞ ഓരോ തവണ 66 എന്നുള്ള റേഞ്ച് വരുമ്പോഴും മാർക്കറ്റിൽ നല്ല രീതിയിൽ ബയോ സ്ട്രെങ്ത് ഉണ്ട്. അപ്പം ഈ ഒരു റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ ബയേഴ്സ് ഉള്ളത്. 66 അല്ലെങ്കിൽ 66 ഈ ഒരു റേഞ്ച് 64-66 എന്നുള്ള റേഞ്ചിൽ. അവിടെ നിന്ന് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നിങ്ങൾ നോക്കി. 1, 2, 3, 4 4 പ്രാവശ്യം ആ റേഞ്ചിൽ നിന്ന് നല്ല ബയേഴ്സ് വരെയാണ്. അപ്പോൾ നമുക്ക് വരുന്ന വീക്സിൽ ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ ഒരു അസൈൻമെൻറ്റ് പോലെ നമുക്ക് കീപ്പ് ചെയ്യാം. ഇപ്പോൾ 86 നിന്ന് ഈ സ്റ്റോക്ക് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഈ ഒരു ബയേഴ്സ് കൺട്രോളിൽ ഇതെടുക്കുന്നുണ്ടോ, ഈ സ്റ്റോക്ക് 103 എന്ന ടാർഗറ്റിലേക്ക് വരുന്നുണ്ടോ ഈ സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് സ്വയം ഒരു അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വാച്ച് ലിസ്റ്റ് സ്റ്റോക്ക്. മോസ്റ്റ്ലി എല്ലാ സ്റ്റോക്കുകളും നല്ല പൊട്ടൻഷ്യൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഡേയ്സിൽ ഞാൻ നല്ല നല്ല സ്റ്റോക്സായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.